സ്നേഹ വന്ദനം. ബഹുമാനപ്പെട്ട സാദിഖ് സാർ, സുരേന്ദ്രൻ സാർ, റസാഖ് സാർ, ജെയിംസ്, അർച്ചന, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഒരുപാട് പേരുടെ പേരുകൾ എനിക്ക് പേഴ്സണലി അറിയില്ല. എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് വൺസ് അഗൈൻ ജയിക്കും. സാഹോദര്യ രാഷ്ട്രീയവും സാമൂഹിക ജനാധിപത്യവും എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ബഹുജന സദസ് നടത്തുന്ന അംബേദ്കർ ജയന്തി ദിന ആഘോഷങ്ങളിലേക്ക് ഒരു കോ സ്പീക്കറായി എന്നെ കൂടി ഉൾപ്പെടുത്തിയതിനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ കഴിഞ്ഞ എല്ലാ വർഷവും നമ്മൾ അംബേദ്കർ ജയന്തി ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങളിൽ മാർജിനലൈസ്ഡ് സമൂഹങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികൾ കൊല്ലപ്പെടുകയോ റേപ്പ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ജയന്തി ആഘോഷങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ആശങ്കയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. ഇത്തവണ നമുക്ക് കേരളത്തില് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് വളരെ പച്ചയ്ക്ക് ജാതീയ പീഡനം ആണെന്നുള്ളത് തെളിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചാനലുകളിലൊക്കെ കെട്ടിടത്തിൽ നിന്ന് വീണ് ചാടി മരിക്കുന്നതിനുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹത്തെ തള്ളിയിട്ടതാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാവാം. രണ്ടായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജാതിയാണെന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങോട്ട് പോരുന്നതിന് മുൻപ് ഞാൻ കണ്ടത്, പ്രസ്തുത സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്നും അദ്ദേഹം കരഞ്ഞുകൊണ്ടിറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു എന്ന വാർത്ത കേട്ടിട്ടാണ് ഈ അംബേദ്കർ ജയന്തി ദിനാഘോഷങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഏറെ ഇമോഷണലായ സാഹചര്യങ്ങളിൽ കൂടിയാണ് കേരളം കടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്തവണ മാധ്യമങ്ങൾ വളരെ ശക്തമായി ഈ ജാതിയെ അഡ്രസ് ചെയ്യുന്നുണ്ട്, കുറെയെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ട്. പൊതുസമൂഹത്തിന്റെ ഒരു 85% ആളുകളെങ്കിലും ഈ ജാതി കൊലയാണെന്നുള്ളത്, ആ പേരവർ ഉപയോഗിച്ചില്ലെങ്കിലും ഇതിന് പിന്നിൽ ജാതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പേരൊരു കാരണമാണ്. നിതിൻ എന്നാണ് പേരിനകത്തൊരു രാഷ്ട്രീയമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഹിന്ദു മതത്തിന്റെ ഏത് ശ്രേണിയിൽ പെട്ട SC വിഭാഗത്തിലുള്ള ആളായതുകൊണ്ട് കൂടി ആവാം എന്നുള്ളത്. എപ്പോഴും നമുക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സവർണ സമൂഹങ്ങൾ അവിഷയം ഏറ്റെടുക്കുക ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ജാതി ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കേണ്ടി വരും. നിലവിൽ നമ്മളെ ഭരിക്കുന്ന സർക്കാരാകട്ടെ, മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആകട്ടെ, ഇവരാരും തന്നെ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുമില്ല. കാരണം ഇവരൊക്കെ അഡ്രസ് ചെയ്യുമ്പോഴുള്ള ജാതി നിലനിൽക്കുന്നു എന്നുള്ളത് സമ്മതിച്ചു തരേണ്ടി വരും. 2 ദിവസം മുൻപ് മീഡിയ വണ്ണില് ഒരു ടെലി കോൺവെർസേഷൻ ഞാൻ കൊടുത്തിരുന്നു. എനിക്കൊപ്പം KC വേണുഗോപാൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നു, കേരളത്തിലും ജാതിയോ, കേരളത്തിൽ ജാതിയില്ല. അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഇതിനെ അപലപിച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അതിശയമാണ് കേരളത്തിൽ ജാതിയോ. കുറച്ചു മുൻപ് സിറിയൻ ക്രൈസ്തവർക്ക് ശക്തമായ മുന്നേറ്റം ഉള്ള സ്ഥലങ്ങളിൽ സിറിയൻ ക്രിസ്ത്യാനിയിലെ ജാക്കബൈറ്റ്സിനെയും ഓർത്തഡോക്സിനെയും നിലനിർത്തിക്കൊണ്ട്, നാടാർ സമൂഹങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ നാടാർ സമൂഹങ്ങളെ നിലനിർത്തിക്കൊണ്ട്, നായർ മേധാവിത്വം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നായരെ നിലനിർത്തിക്കൊണ്ട് ജാതി തിരിച്ച് കണക്കുകൾ എടുത്തിട്ടാണ് കേരളത്തിൽ ജാതി ഉണ്ടോ എന്ന് ഞെട്ടുന്നത്. പിന്നെ മറ്റൊന്ന്, ഞെട്ടുന്ന ഗുൽമോഹറുകൾ
ഇപ്പോഴും ഉണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ വർഷവും അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകണം. കാരണം ജാതി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പുരോഗമന ഉപരിപ്ലവ സ്റ്റേറ്റായി ഇതര സംസ്ഥാനങ്ങൾക്ക് മുൻപിൽ കേരളത്തെ അവതരിപ്പിക്കേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ജാതി പീഡകൾ, ഇസ്ലാമോഫോബിയ, മതന്യൂനപക്ഷങ്ങൾക്ക് നേർ നടക്കുന്ന അട്രോസിറ്റികൾ, മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് നിലനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ അട്രോസിറ്റി ചെയ്യിപ്പിക്കുന്ന ഇത്തരം കാരണങ്ങൾ, ഇത്തരം അവസ്ഥകൾ ഇന്ത്യയിൽ എല്ലായിടത്തും വളരെ ശക്തമായിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ നമുക്ക് ലഭിച്ചതിന് ശേഷമുള്ള പല സ്ഥലങ്ങളിലും ശക്തമായ നിങ്ങൾ വിളിച്ചിട്ടാണ് ഓക്കെ നമ്മൾ പല പല ഘട്ടങ്ങളിലും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്കകത്ത് പല മേഖലകളിലും ശക്തമായ രീതിയിൽ പീഡനമുറകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാർജിനലൈസ്ഡ് സമൂഹങ്ങളെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെ, മതന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചത് എങ്കിൽ ഇപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം പ്രയോഗിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. പക്ഷെ നമ്മളതിൽ പെട്ടെന്ന് നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളതിനെ പെട്ടെന്ന് മനസ്സിലാക്കാതെ അതിനും അപ്പുറമായി അതിനോടൊപ്പം സഞ്ചരിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകും. വളരെ കാലം മുൻപ് കേരളത്തിൽ നടക്കുന്ന ഒരു വിവാഹങ്ങളെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സംഗീത്, പിന്നെ മെഹന്തി ഇടുന്നത്, അങ്ങനെ ഓരോരോ പേരുണ്ട് ഇതിനൊക്കെ. ഈ ഓരോ ഹൽദി കുങ്കും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇത് വളരെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇത് ഒരു കൾച്ചറായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ മൃദു ഹിന്ദുത്വം വളരെ പതുക്കെ സഞ്ചരിച്ചിട്ടാണ് വളരെ ശക്തിയായി നമുക്ക് മുമ്പിൽ വ്യാപിക്കുന്നത്. അതായത് ഞാൻ എന്റെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുമ്പ കുലുക്കും പശുവമ്മ, വാലാട്ടിയിടും പശുവമ്മ, പുല്ലു തിന്നും പശുവമ്മ, നമ്മുടെ ഓമന പശുവമ്മ എന്ന് പറഞ്ഞിട്ട് കോമ്പസിഷൻ എല്ലാ ഭാഷയിലും പശുവിനെ പറ്റി എഴുതിപ്പിച്ച് കോമ്പസിഷൻ നമ്മളെ പഠിപ്പിച്ച് ഇന്ന് പശു ആരായി മാറി? ഗോമാതാവായി മാറി. ഈ ഗോമാതാവിന്റെ പേരിലാണ് ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് സമൂഹങ്ങൾ തല്ലിക്കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മൃദു ഹിന്ദുത്വം നമുക്കിടയിലൂടെ ഒഴുകി വരുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ ഉത്തരേന്ത്യ എന്ന പേരുണ്ടോ? നമ്മളത് മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അവിടെ എന്താണ് കടന്നു വന്നിരിക്കുന്നത്? പ്രയാഗ് എന്ന പേര് ഇപ്പൊ എല്ലാവരുടെ തലയിലും കൃത്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? പ്രയാഗ് എന്നൊരു പേര് നമുക്ക് പണ്ടില്ലായിരുന്നു, നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു. എങ്ങനെയാണ് പ്രയാഗ് ഉണ്ടായത്? പ്രയാഗ് ഉണ്ടായത് കുംഭമേള കൊണ്ടാണ്. ഇനി ഈ അംബേദ്കർ ജയന്തി ദിന ആഘോഷം നമ്മൾ നടത്തുമ്പോൾ ഇത്രയധികം ജാതി വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന കേരളത്തിനകത്ത് ഒരു കുംഭമേള ഉണ്ടായിട്ടുണ്ട്. ഈ കുംഭമേള വളരെ ശക്തമായ രീതിയിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുവാൻ തന്നെ, ഇസ്ലാമോഫോബിയയ്ക്ക് വേണ്ടി തന്നെ, അല്ലെങ്കിൽ അത് ഒരു മത വർഗീയത ചെലുത്തുവാൻ വേണ്ടി തന്നെയാണ് അത് മലപ്പുറത്ത് കൊണ്ടുവെക്കുകയും അവിടുത്തെ മുസ്ലിങ്ങൾ അതിനെ വളരെ ശക്തമായ രീതിയിൽ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഓൺ ബിഹാഫ് ഓഫ് വെൽഫെയർ പാർട്ടി ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പറയാതിരിക്കാൻ പറ്റും. അതിന് തൊട്ട് മുൻപ് ഇവർ ഇറക്കിയ ചില തന്ത്രങ്ങളുണ്ടായി. ആ തന്ത്രങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ശ്രീജിത്ത് പണിക്കർ പോലെയുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുകയുണ്ടായി. എന്തിനാണ് അത് ചെയ്തത്? കേവലം ഒരു പാരഗ്രാഫ് മാത്രം എടുത്തുകൊണ്ട് അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടി പ്രചരിപ്പിച്ച ഒരു പേപ്പർ വെച്ചുകൊണ്ടാണ് അവർ മുസ്ലിം വിരുദ്ധത മുസ്ലിങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കുവാൻ നോക്കുന്നത്. ഇവിടുത്തെ ദലിത് മുസ്ലിം ഐക്യം തകർക്കുവാൻ. എന്തുകൊണ്ടാണ് ദലിത് മുസ്ലിം പോയിന്റിലേക്ക് പിന്നീട് വരാം. അതിനു മുൻപ് എന്തുകൊണ്ടാണ് ദലിത് മുസ്ലിം ഐക്യം തകർക്കുന്നത്? നമ്മളൊക്കെ ഇപ്പോഴും ഓമനപ്പേരിട്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ് പറയുന്നത്? ഫാഷിസം വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ ഫാഷിസം ഇല്ല. പിന്നെ എന്താണുള്ളത്? ബ്രാഹ്മണിക്കൽ പാർട്ടിയാണ്. അതാരും പറയില്ല. അപ്പൊ തൽക്കാലം നമ്മൾ ആരും അത് പറയുകയും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അഥവാ ഇത് റെക്കോർഡ് ചെയ്തതിൽ ആ ഭാഗം കട്ട് ചെയ്യും. അത് സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം അത്
ഹിറ്റ്ലർ ആയിക്കോട്ടെ, മുസോളിനി ആയിക്കോട്ടെ, അവർക്ക് ലോകമെമ്പാടും ആരാധകരുണ്ടായിരുന്നു. ശരിയല്ലേ? ഉണ്ടായിരുന്നു. ഫാഷിസത്തിന് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഭൂരിപക്ഷ സമൂഹങ്ങളായിരുന്നു. എന്നാൽ ഇന്ത്യക്കകത്ത് ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ആരാണോ നടത്തുന്നത് 2% 3% മാത്രമേ ഉള്ളൂ. അവർ അത് ആത്മീയതയും ദൈവത്തെയുമാണ് കൂട്ടുപിടിക്കുന്നത്. ഫാഷിസം ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടില്ല, വിശുദ്ധ ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിച്ചിട്ടില്ല. അവർ സോഷ്യൽ, ഞാൻ ഫാഷിസത്തിന്റെ സപ്പോർട്ടർ അല്ല, പക്ഷെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ഈ ഫാഷിസത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാഷിസത്തിന്റെ യാതൊരു ചേരുവകളിലും ഇതിനില്ല. ഒന്ന് വളരെ 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 കുറഞ്ഞ ഭൂരിപക്ഷവും ന്യൂനപക്ഷമായിട്ടുള്ള സമൂഹങ്ങൾ, അവരുടെ കൈവശമാണ് ഇന്ത്യയുടെ ടോട്ടൽ ആയിട്ടുള്ള വെൽത്തും കയ്യിലിരിക്കുന്നത്. ഫാഷിസം തുടങ്ങിയ കാലം മുതൽ ഇന്ന് എല്ലായിടത്തും ഇപ്പോഴും ഉണ്ട്. ഉള്ളപ്പോഴും അതിനെതിരെ ഉൽപ്പതിഷ്ണുക്കൾ ശബ്ദിച്ചിരുന്നു. അത് ഏത് ജാതിയിലുള്ളവരാകട്ടെ, മതങ്ങളിലുള്ളവരാകട്ടെ, ഏത് വിഭാഗക്കാരായിക്കോട്ടെ, അവർ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ശബ്ദിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടക്കാരാണ്. എന്നാൽ ഇവിടെ ആരാണോ നമ്മളെ അടിച്ചമർത്തുന്നത്, അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലാക്കി ഗ്രേഡഡ് ഇനീക്വാളിറ്റി കയറ്റിക്കൊണ്ടുവന്ന് അത് ആരാണോ അതിന്റെ വിക്റ്റിമാകുന്നത്, വിക്റ്റിമാകുന്നവരെ കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ കടന്നു വരുന്നത്. ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി അതിനെതിരെ നമുക്ക് ശബ്ദിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ബ്രാഹ്മണ ശാപത്തെ എല്ലാവർക്കും ഭയമാണ്. അപ്പം ഈ ഒരു സംഭവത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആർക്കും അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. പക്ഷെ മറിച്ച് നമ്മളെല്ലാവരും ഫാഷിസത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഫാഷിസം എന്ന നമ്മൾ കടുവ എന്ന് തന്നെ വിളിക്കണം. അതിനെ മാൻകുട്ടി എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ നമുക്കൊരു അൺകോൺഷ്യസ് മൈൻഡിലെങ്കിലും ഈ ഒരു ബോധം ഉണ്ടായിരിക്കണം. ഈ സംഭവമാണ് ഇവിടെ ഈ കുംഭമേള കൊണ്ടുവരുന്നത്. അവരുടെ ആവശ്യമാണ്. അതാണ് ഇവിടെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമദിനമായിരുന്ന ഡിസംബർ 6 തന്നെ ബാബറി മസ്ജിദ് തകർക്കുന്നത്. ആ തകർത്തത് ആരാണ് തകർത്തത്? അശോക് മോച്ചിയെ പോലെ ഉള്ളവരാണ് അത് തെരുവിലിറങ്ങിയത്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? അശോക് മോച്ചിയെ പോലെയുള്ള അവരേതാണ് മോച്ചി എന്ന് പറയുന്ന വിഭാഗം ഇന്ത്യയിലെ ഏറ്റവും വന്നവരായിട്ടുള്ള സമൂഹങ്ങളാണ്. അവർ ജാതി പ്രബലത ഹിന്ദുക്കളല്ല. ഈ ഹിന്ദു മതത്തിന്റെ സൈഡ് ലൈൻ വെരി ഭയങ്കരമായ സൈഡ് ലൈൻ ആയിട്ടുള്ള മനുഷ്യരാണ്. അവിടെ ഒന്നും ഈ പറയുന്ന ഏറ്റവും മൈത്തം അവർ ഇന്നും അങ്ങനെ തന്നെ കഴിയുന്നവരാണ്. അവിടെ നിന്ന് അക്കാഡമിക്കായ വളരെ കുറച്ചു പേർ മാത്രമായിരിക്കും ഉയർന്നു വന്നിട്ടുണ്ടാവുക. ഓക്കെ, ആ അശോക് മോച്ചിയെ പോലെയുള്ളവർ തെരുവിലിറങ്ങി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. ആ ബാബറി മസ്ജിദ് തല്ലി പൊളിക്കുന്നതിന് മുൻപ് മഹാഭാരതവും രാമായണവും സീരിയലുകളായി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു. നമ്മളെല്ലാവരും അതിന്റെ മുമ്പിൽ പോയിരുന്നു. നമ്മൾ ഈ തരത്തിലുള്ള ഹിന്ദുത്വം കടന്നു വരുമ്പോൾ നമ്മളെ ഒന്ന് വിഴുങ്ങുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെ പല സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ച് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നത്. ലോകമെമ്പാടും കാസ്റ്റിനെ ശക്തമായി അഡ്രസ് ചെയ്ത ഏക ഐഡിയോളജിയാണ് ഇത്. ഈ സെമറ്റിക് മതവിഭാഗങ്ങൾ അകത്ത് തന്നെ ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും മറ്റൊരു തട്ടിലേക്ക് മാറ്റുക. ക്രിസംഖി എന്ന ഒരു രൂപം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ ഈ സെമറ്റിക് മതത്തിന്റെ മറ്റൊരു മത സമൂഹങ്ങളായ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്? ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് ഇന്ത്യക്കകത്ത് വളരെ സജീവമായ രീതിയിൽ ദലിത് മുസ്ലിം ഐക്യത്തോടെ രൂപപ്പെട്ടു പോകുന്നുണ്ട്. അത് ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിക്കെതിരെ നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇതിന് അക്കാഡമിക് സമൂഹങ്ങളുണ്ട്. ഇവർ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്, ബുക്കുകൾ എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്, വായനകൾ നടത്തുന്നുണ്ട്, ചർച്ചകൾ രൂപപ്പെടുത്തുന്നുണ്ട്. എവിടെ വിദ്യാഭ്യാസം ഉണ്ടാകുന്നു അവിടെ ഇവർക്ക് തഴച്ചു വളരുവാൻ സാധിക്കുന്നില്ല. എവിടെ മികച്ച ആലോചനകൾ ഉണ്ടാകുന്നു അവിടെ ഇവർക്ക് തഴച്ചു വളരുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ തഴച്ച് അടിച്ചിട്ടിട്ട് അതിനു മേലെ ആത്മീയതയെ കൊണ്ടുവരിക. ആത്മീയത തെറ്റായ ഒരു കാര്യമല്ല. ചിലപ്പോൾ എനിക്ക് ആത്മീയത വേണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആത്മീയത ഇല്ലാതെ ജീവിക്കാൻ വേണ്ടില്ല. നിങ്ങളിൽ ഒരാൾക്ക് ആത്മീയത വേണ്ടായിരിക്കും, പക്ഷെ ചിലപ്പോൾ എനിക്ക് ആത്മീയത വേണമായിരിക്കും. പക്ഷെ ആത്മീയതയിലെ ദൈവങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആ ദൈവങ്ങളെ മറ്റുള്ളവർക്ക് അപ്രാപ്യമാക്കിക്കൊണ്ട് ആ ദൈവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി കുംഭമേള പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഈ നാടിനകത്ത് ഒരു ഐക്യം നടക്കുന്നു. ഈ സാമുദായിക ഐക്യം ഇവിടെ ഉണ്ടാകുന്നതിന് പിന്നിൽ
പിന്നോക്ക സമൂഹങ്ങളെയും അതീവ പിന്നോക്കരെയും പിന്നെ അവർക്ക് ഉയർച്ച പ്രാപിക്കാത്ത മതന്യൂനപക്ഷങ്ങളെല്ലാം കൊണ്ട് വിടാൻ സാധിച്ചു. അത് ചുമ്മാ അങ്ങോട്ട് പെറുക്കിക്കൊണ്ടിടുവൊന്നുമല്ല ചെയ്യുന്നത്. ഭൂമിയിലെ കൂട്ടിക്കൊണ്ടാൽ മതി, ഇത്ര മാത്രമല്ല. അതായത് ഇത് കൊണ്ട് പെറുക്കി തൂക്കി ഞങ്ങൾ എന്നെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മളോട് പലരും ചോദിക്കുന്നത്. ഇങ്ങനെയാണ് കൊണ്ടിടുന്നത്. എന്നാൽ കേരളത്തിന് അത് നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ കിടപ്പ് മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെയാണ് കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പോകുന്നത്. മലനാട് മുഴുവൻ ഹൈ റേഞ്ച്, ഇടനാട് നമ്മുടെ ഈ ഭാഗങ്ങൾ, നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ, മലനാട്, ഇടനാട്, പിന്നെ തീരപ്രദേശങ്ങൾ ഈ പറയുന്ന എന്താണ് സീ കോസ്റ്റൽ ഏരിയാസ്, സമുദ്രം, കടൽ. അതിലുള്ള ഈ ഇടനാട് ഭാഗങ്ങളിലാണ് ഇത്ര സ്ഥലത്തുള്ളത് കൊണ്ട് ഇവിടെ എല്ലാവർക്കും വേറെ പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷൻ അതിൽ കൂടുതലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഇടതിങ്ങി പാർക്കേണ്ടി വന്നതുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ സാധനം അവരങ്ങ് എടുത്തു മാറ്റി വെച്ചു. ഇനി ഇതര സംസ്ഥാനങ്ങളില് ഇപ്പൊ മഹാരാഷ്ട്രയിലും കർണാടകയിലുമായിരുന്നു ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട്. ഞാൻ മഹാരാഷ്ട്രയിൽ 3 വർഷവും ഇവിടെ കർണാടകയില് ഒരു 5 മാസവുമായിരുന്നു. അപ്പോ ഞാൻ എന്റെ അതിന് 4 വർഷത്തിന് ശേഷം ഞാൻ ആഘോഷിക്കുന്ന ആദ്യത്തെ അംബേദ്കർ ജയന്തി വെൽഫെയർ പാർട്ടിക്കൊപ്പമാണ് ഫസ്റ്റ്. അപ്പൊ ഈ അവിടങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ എവിടെയായാലും കാണാം, നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നോക്കുക. അതായത് ജനവിഭാഗങ്ങളായിക്കോട്ടെ, മിക്കവരും ഇവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾക്കകത്തൊക്കെയും ഗണപതിക്ക് പാലൊഴിക്കുന്നത് അല്ലെങ്കിൽ കൃഷ്ണനെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഞാൻ ആരുടെയും മതവികാരത്തെ വണപ്പെടുത്താനല്ല, പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ചില സംഭവങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോ ഇതാണ്. പക്ഷെ അധ്യാപകർ, ഞാൻ അധ്യാപികയാണ്, അപ്പൊ അധ്യാപകരെ കാണിക്കുന്നത്. ഈ അധ്യാപകർക്ക് ഇന്ന് അവരുടെയൊക്കെ അംബേദ്കർ ജയന്തിയാണ് വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇത് കാണത്തില്ല. മറിച്ച് ഏതെങ്കിലും ഒക്കെ ഒരു നഗ്ന സന്യാസിമാരുടെ ഒക്കെ ഫോട്ടോ അവരിടും. ഇതിനകത്തൊന്നും ഒരു ലജ്ജ പോലും അവർക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഒരു ദുർഗാഷ്ടമിയുടെ സമയം വരുമ്പോൾ ഒരു 9-10 ദിവസം ദുർഗാഷ്ടമി. ഈ ദുർഗാഷ്ടമി വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഭയങ്കര വീടുകളുടെ പെണ്ണുങ്ങളുമില്ല, ആണുങ്ങളുമില്ല, ഇവരെല്ലാവരും വഴിയിൽ പോയിട്ട് പാട്ട്, നൃത്ത, ബഹളം ഇതെല്ലാമാണ്. സന്തോഷം, ദൈവമായിട്ട് ഇടപഴകി തന്നെ ജീവിക്കണം, നല്ലതാണ്. പക്ഷെ നമ്മൾ ദൈവവിശ്വാസികളാകുമ്പോൾ, നമ്മൾ മതമൂല്യങ്ങൾ അനുസരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുമ്പോൾ അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ മറിച്ച് ഇത് വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മൾ ഇതിനെ വിശ്വാസത്തെ പ്രതിവിപ്ലവമായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ വിക്ടിമുകളാകുന്നത് ആരാണ്? ഈ പറഞ്ഞത് നമ്മളൊക്കെയാണ്. അവിടെയാണ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ ഒരു വ്യത്യസ്തമായിട്ടൊന്നും കരുതരുത്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇനി ഇതുപോലെ തന്നെ അതിന് ടീച്ചേഴ്സ് ഡേ ആയിക്കോട്ടെ, ഇത് ടീച്ചർമാരുടെ മാത്രമല്ല എല്ലാവരുടെയും. കാരണം ഈ പറയുന്ന ബ്രാഹ്മണ മതം അവർക്ക് കൊടുക്കുന്ന ഒരു സവിശേഷതയുണ്ട്. ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ ബ്രാഹ്മണ മതത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിപ്പോകുന്ന ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് എത്തിപ്പെടുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇവിടുത്തെ SC, ST, OBC വിഭാഗങ്ങൾ. എന്നാൽ അവരാ പട്ടികയ്ക്കതില്ല. അപ്പൊ ഇവരാണ്, മറ്റവർക്ക് അതിന്റെ ആവശ്യമില്ല. പ്രബല സമൂഹങ്ങൾക്ക് ആവശ്യമില്ല. അവർക്ക് അവരുടെ ദൈവങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ സ്വർണ്ണപ്പള്ളി കക്കുമായിരുന്നു. അവരുടെ ദൈവം അവരെ പിടിക്കുമെന്നോ ശിക്ഷിക്കുമെന്നോ സ്വർഗത്തിൽ കൊടുക്കാതെ നരകത്തിൽ ഇടുമെന്നോ അവർക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണപ്പാളി അവിടുന്ന് അവർ മോഷ്ടിച്ചുകൊണ്ട് പോകില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തന്ത്രപരതയ്ക്ക് വേണ്ടിയിട്ട്. ആ തന്ത്രപരതയെ സൃഷ്ടിക്കുവാൻ വേണ്ടി വിക്ടിമുകളാക്കുന്നത് ഇവിടുത്തെ ദലിത്, ആദിവാസി, OBC വിഭാഗങ്ങളെ ആണെന്ന് അവർ തിരിച്ചറിയണം. മറിച്ച് ഇവർ ഗ്ലോറിഫിക്കേഷനാണ്. അപ്പൊ ഞങ്ങളെ പോലെയൊക്കെ തെറ്റി കുറച്ച് മനുഷ്യരെയും മാറി നിൽക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഇതിന്റെ ഡീപ്പ് അടിമകളാണ്. ഈ അടിമകള് എന്താണ്, ഈ ഒക്ടോബർ കഴിയുമ്പോൾ അടുത്തൊന്ന് വരും, വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരും, ശ്രീകൃഷ്ണ ജയന്തി വരും. ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ നാട് മുഴുവൻ കിടുക്കിക്കൊണ്ട് ഈ സംഭവങ്ങൾ, ഇവിടെ എല്ലാം ശോഭായാത്ര സംഭവം എല്ലാം നടത്തും. നല്ലതാണ്, അതൊക്കെ നടത്തണം. ക്രിസ്ത്യൻസ് പള്ളിപ്പെരുന്നാൾ നടത്തുമ്പോൾ നമുക്ക് ഭയമില്ല, അല്ലെ? ഇഫ്താർ പാർട്ടി നടത്തുന്ന മുസ്ലിങ്ങളെ നമുക്ക് ഭയമില്ല. SNDP-ക്കാരുടെ ശിവഗിരി യാത്രയോട് നമുക്ക് ഭയമില്ല. കാരണം
വൈകുന്നേരങ്ങളിൽ ഇവർ ഒന്നിച്ച് ഒരു വലിയ ഗ്രൗണ്ട് തിരഞ്ഞെടുത്തുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 12 മണി വരെ ഡാൻസും കുത്തും പാട്ടുമാണ് രാസലീല എന്നാണ് അതിന്റെ പേര്. ആർക്കും അതിന് കുഴലൂത്തുകാരുമായി വരുന്ന നല്ല ഭംഗിയുള്ള നമ്മൾ കണ്ടാൽ തോന്നാത്ത തുളസിക്കതിര് പോലെയുള്ള ആളുകളും പെണ്ണുങ്ങളും വന്ന് ഇങ്ങനെ കൊണ്ടുപിടിക്കുമ്പോൾ നമ്മളെല്ലാവരും അവിടേക്ക് പോകും. വളരെ രസമാണ്. പ്രജാപതി രാമ എന്ന് പറഞ്ഞ പാട്ട് കൊടുക്കുമ്പോൾ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ കൊണ്ടുപോകുന്ന നമ്മള് പോകുമ്പോൾ നോക്കണം, ഇവർ തകർക്കാൻ ഇനി ഉദ്ദേശിക്കുന്ന അടുത്തത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, തീർച്ചയായും ഭയപ്പെടേണ്ടതുണ്ട്. അത് വിളിച്ചു പറയുന്നതിനും ഭയപ്പെടേണ്ടത്, വിളിച്ചു പറയേണ്ടതിനും ഭയപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന മുസ്ലിം സഹോദരങ്ങൾ അത് പറയും, നിങ്ങൾ ജിഹാദികളും രാജ്യദ്രോഹികളും ആകും, ഞാൻ അർബൻ നക്സലേറ്റ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജയിലിലാകുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പ്രൊഫസർ GN സായിബാബ ജയിലിലായത്. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ശക്തമായ രീതിയിൽ ഇവർക്ക് കിട്ടാത്ത സ്ഥലത്ത് വളരെ കൃത്യമായ രീതിയിൽ കോടികൾ മുടക്കി കുംഭമേളകളിലൂടെ കൊണ്ടുവരുന്നതും അതിനു മുൻപായി ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ശങ്കർദാസിനെ പോലെയുള്ള അർജുനെ പോലെയുള്ള സ്പോക്ക് പേഴ്സണെ, ലാസ്റ്റ് ഇപ്പോൾ അഖിൽ മാരാറിനെ പോലെയുള്ളവരെ വേഷം കെട്ടിച്ച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവരൊക്കെ നിങ്ങൾക്ക് കുറെ പേര് ചിന്തിക്കും അദ്ദേഹം ഭയങ്കര ബുദ്ധിജീവിയാണ്. ഇല്ല കേട്ടോ, അദ്ദേഹം ബുദ്ധിജീവിയല്ല, മറിച്ച് തർക്കശാസ്ത്രജ്ഞനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആരും തർക്കശാസ്ത്രജ്ഞരല്ല. നമ്മുടെ ഏറ്റവും വലിയൊരു പിഴവാണ്. ഞാൻ കണ്ടിട്ടില്ല വെൽഫെയർ പാർട്ടിയിൽ ഒരു തർക്കശാസ്ത്രജ്ഞൻ ഞാൻ കണ്ടിട്ടില്ല, ഇല്ല മുസ്ലിം ലീഗിൽ ഒരു തർക്കശാസ്ത്രജ്ഞൻ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇടതുപക്ഷത്തിലുണ്ട്, നമുക്ക് ജയിക്കൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷേ ആ തർക്കശാസ്ത്രത്തിൽ, അവരൊക്കെ തർക്കശാസ്ത്രത്തിൽ കുറച്ചെങ്കിലും ഒരു മാന്യതയുണ്ട്. ഈ തർക്കശാസ്ത്രത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തർക്കിച്ച് ജ്ഞാനപീഠം കയറുക എന്നുള്ളത്. എന്റെ അമ്മയെ വരെ ഞാൻ പറയാൻ തയ്യാറാണ്. ഈ തർക്കിച്ച് ജ്ഞാനപീഠം കയറുക. പണ്ട് ബുദ്ധനും ശ്രീശങ്കരാചാര്യരുടെ അനുയായികളും കൂടി ഒരു വലിയ തർക്കമാണ്. ഈ തർക്കത്തിനൊടുവിൽ ഇവർക്ക് മനസ്സിലായി എങ്ങനെയാണ് തർക്കം. ഞാൻ സാറിനോട് തർക്കിക്കുമ്പോൾ നമ്മുടെ രണ്ടിന്റെയും ആർഗ്യുമെന്റിനിടയ്ക്ക് സാറിന് എന്നോട് ഐക്യപ്പെടാൻ തോന്നും. ശരി, ഈ കുട്ടി പറയുന്നത് ശരിയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് എൻലൈറ്റൻമെന്റ്. തിരിച്ചറിയുക, ജ്ഞാനബോധം. തിരിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ സാറിന്റെ മതശരീരമല്ല, ജാതി ശരീരമല്ല നോക്കുന്നത്, അദ്ദേഹത്തിന്റെ ആശയത്തോടെ എനിക്ക് ഐക്യപ്പെടാൻ തോന്നുന്ന ആ എൻലൈറ്റൻമെന്റ് ആണ് തർക്കശാസ്ത്രങ്ങൾക്ക് നോക്കുന്നത്. ഒരു ഘട്ടത്തിൽ ബുദ്ധിസ്റ്റുകൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ മൗനമാണ് നമുക്ക് നല്ലത്. കാരണം വന്നത് ഒരു സമന്വയത്തോടെ മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ പോകുന്ന തർക്കത്തിന്. ഇന്ത്യയിലെ മീമാംസ എന്ന സംഭവം അന്നത് ഹിന്ദുമതമായിരുന്നില്ല, മാറി ബ്രാഹ്മണ മതം ശക്തി പ്രാപിച്ചത്. അന്ന് ബുദ്ധിസ്റ്റുകൾ സൈലന്റായി ഇത് മാന്യത എന്നുകൊണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ പണ്ഡിതർ ജയിച്ചിരിക്കുന്നു. തർക്കിച്ചു തോൽപ്പിച്ചു. എങ്ങനെയാണ് തർക്കിച്ചു തോൽപ്പിച്ചത്? നുണകൾക്കെതിരെ സംസാരിക്കുന്നതും നുണകൾ മാത്രമേ പറയുന്നു എന്നുള്ളവരോട് സംസാരിക്കുന്നതും ക്രൈമാണെന്ന് സംസാരിച്ച് മാറിപ്പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരം തർക്കശാസ്ത്രജ്ഞന്മാർ വരികയും ആ തർക്കശാസ്ത്രജ്ഞന്മാർ വളരെ കൃത്യമായ രീതിയിൽ ഓരോ ഐഡിയോളജി അല്ല, അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അതിന് വ്യാപകമായ സപ്പോർട്ട് കിട്ടുകയും അവർ വലിച്ചുകീറി ഒട്ടിച്ചു, തേച്ചൊട്ടിച്ചു എന്നൊക്കെ പ്രയോഗങ്ങളുമായി ഫേസ്ബുക്ക് കീഴടക്കുകയും സോഷ്യൽ മീഡിയ കീഴടക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും ഈ അർത്ഥഗർഭമായ മൗനം നമുക്ക് നല്ലതല്ല. കാരണം കേരളം മാത്രമാണ് BJP അകത്ത് മുന്നിൽ. And you have to remember that at any time it will come to us. And for all that I have a voice to undo the borderlines. മറഞ്ഞിരിക്കുന്ന ഈ നുണക്കഥകൾ ഇല്ലാതാക്കുവാൻ എനിക്കാകെയുള്ളത് ഈ ശബ്ദം മാത്രമാണ് എന്ന് ഞാൻ എല്ലാ പ്രസംഗങ്ങളും കഴിയുമ്പോഴും പറയാറുണ്ട്. ഓരോ അംബേദ്കർ ജയന്തി കഴിയുമ്പോഴും കൂടുതൽ മതഭ്രാന്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ, കൂടുതൽ ജാതി അട്രോസിറ്റിയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ, കേവലം നമ്മളുടെ ഈ ഐക്യപ്പെടൽ പൂർണ്ണമായ വളർച്ചയിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. അനാവശ്യ മൗനങ്ങൾ ശരിയല്ല, മറിച്ച് പ്രവർത്തിച്ചു കാണിക്കുക. കുംഭമേളയെ നോർമലൈസ് ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ ജാതിപീഡയ്ക്കെതിരെ ശബ്ദമുയർത്തുമ്പോഴൊക്കെ ഒരു മാന്യതയുള്ള സമൂഹമായി നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് നല്ല രീതിയിൽ ബ്രാഹ്മണേക്കൽ പാട്രിയാർക്കിയോട് എതിരിടുവാൻ സാധിക്കട്ടെ. ഫാഷിസം എന്ന ഓമന പേരിട്ട് വിളിക്കുന്നവർ വിളിക്കട്ടെ. അപ്പോഴും ചിന്തിക്കുക, ഒരു മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിനായി നമ്മൾ രണ്ടു കൂട്ടരും ഏതോ മരുപ്പച്ച നേടിയാലേ.
നീങ്ങുന്തോറും ഈ വരിപ്പച്ച അകന്ന് പോവുകയാണ്. ഇപ്പം നമുക്ക് അവിടെ വെള്ളമുള്ളിടത്ത് എത്തേണ്ടതാണ്. അതുവരെയും ഐക്യം ഒന്നിക്കട്ടെ. നമ്മളെല്ലാവരും ഒരേ കടയിലേക്കാണ് പോകുന്നത്. I measure the progress of the community by which the progress of the woman who achieve. ഒരു രാജ്യത്തിന്റെ പുരോഗതി ഞാൻ എണ്ണുന്നത് ആ രാജ്യത്തെ സ്ത്രീകൾ ആർജിക്കുന്ന പുരോഗതി ആണ് എന്ന് പറഞ്ഞു തന്ന ഡോക്ടർ BR അംബേദ്കർ സംവരണത്തിൽ എന്റെ സമൂഹത്തിന്റെ പേര് എഴുതി ചേർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ന മൃദുലാദേവി ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതും ഞാൻ ആക്ടിവിസ്റ്റ് ആയതും എനിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതും പാഠഭേദ മാഗസിന്റെ എഡിറ്റർ ആയതും സിനിമയിൽ പാഠം എഴുതുവാൻ സാധിച്ചതും ഒക്കെ അതുകൊണ്ട് മാത്രമാണ്. അതിനു പിന്നിൽ ഹിന്ദു മതം, ഞാനിപ്പോൾ റെക്കോർഡിക്കലി ഹിന്ദുവാണ്, എനിക്ക് നത്തിങ് ബട്ട് ബുൾഷിറ്റായ മതം എനിക്ക് യാതൊന്നും തന്നിട്ടില്ല, മറിച്ച് ആത്മവിശ്വാസം കെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് once again I said my Jai Bhim along with you. Jai Bhim.